സംസ്ഥാനത്ത് ഭൂനികുതി കുത്തനെ കൂട്ടി. സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ച ബജറ്റ്. എല്ലാ സ്ലാബിലും 50% വർധനയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. കുറഞ്ഞ സ്ലാബിൽ R1 5 രൂപയിൽ നിന്ന് 7.5 രൂപയായി വർദ്ധിച്ചു. ഉയർന്ന സ്ലാബിലെ 30 രൂപ 45 രൂപയായി മാറും. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തെ തുടർന്ന് ഭൂമിയുടെ മൂല്യവും വരുമാന സാധ്യതകളും 10 മടങ്ങ് വർദ്ധിച്ചുവെന്നും അത് വെച്ച് നോക്കുമ്പോൾ നിലവിൽ ഈടാക്കുന്ന ഭൂനികുതി നാമമാത്രമെന്നാണ് ബജറ്റിലെ വിലയിരുത്തൽ. ഭൂനികുതി വർദ്ധിപ്പിക്കുന്നതോടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കോടതി ഫീസിലും വൻ വർധനയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ജാമ്യാപേക്ഷയ്ക്ക് 500 രൂപയാക്കി. കോർട്ട് ഫീസ് ആക്ട് പ്രകാരമുള്ള 15 ഫീസുകളും വർദ്ധിപ്പിച്ചു. ഹേബിയസ് കോർപ്പസ് പൊതു താൽപര്യ ഹർജികൾക്കും ഫീസില്ല. സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള EV കാറുകൾക്ക് 8% നികുതിയും 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് 10% നികുതിയും വർദ്ധിപ്പിച്ചു. ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാകുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10% നികുതി ഈടാക്കും. 30 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇതിലൂടെ മാത്രം സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്റ്റേറ്റ് കാരേജ് വാഹനങ്ങളുടെ നികുതി കുറച്ചു. ത്രൈമാസ നികുതിയിൽ 10% സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചത്. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% കൂട്ടി. TCB ന്യൂസ്, തൃശൂർ.